യഥോധർമ്മസ്തോ ജയ. പക്ഷേ ധർമ്മത്തിൽ നിന്ന് അർത്ഥം വരുന്നു പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ എന്ന് വ്യാസൻ തന്നെ ദുഃഖിതനായി തീരുന്ന ഒരു സന്ദർഭത്തെ നമുക്ക് കാണാൻ പറ്റും. ഇത് മഹാഭാരതത്തിൽ പലയിടങ്ങളിൽ, ഒരുപക്ഷെ മഹാഭാരതം മുമ്പോട്ട് വയ്ക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ പാണ്ഡവപക്ഷമൊക്കെ ധർമ്മപക്ഷമാണെന്നുള്ള വാദത്തെ അതിനിശിതമായി പറിച്ചു കീറിക്കളയുന്ന ഒരു സന്ദർഭമാണ് ദുര്യോധനന്റെ മരണഭാഷണം. ഞാൻ ഇന്നലെ അത് സൂചിപ്പിച്ചു. മരണവേളയിൽ തുടതകർന്ന് മരണം കാത്തു കിടക്കുന്ന ദുര്യോധനനെ പാണ്ഡവന്മാർ അധിക്ഷേപിക്കുകയും ശാപവാക്കുകളും പരുഷവും ഒക്കെ പറയുമ്പോൾ കൃഷ്ണൻ വന്ന് തടയും. അവനെ ഇനി അധിക്ഷേപിക്കരുത്, മരണം കാത്തു കിടക്കുന്നവൻ, അവൻ അധർമ്മിയാണ്, അവൻ മരണത്തിലേക്ക് പോകുന്നു. അപ്പോഴാണ് തല ഉയർത്തി ചീറുന്ന പാമ്പിനെ പോലെ, മഹാഭാരതം അങ്ങനെ എഴുതുന്നു, തല ഉയർത്തി ചീറുന്ന പാമ്പിനെ പോലെ മരണക്കിടക്കയിൽ ശിരസ്സുയർത്തി ദുര്യോധനൻ പറഞ്ഞു തുടങ്ങുന്നു. ഗംഭീരവാക്യങ്ങളാണ്. നീ ധർമ്മത്തെക്കുറിച്ച് പറയുന്നു, നീ ധർമ്മത്തെക്കുറിച്ച് പറയുന്നു. എങ്ങനെയാണ് നീ ജയിച്ചത്? നീ ഉള്ളടങ്ങളിലെല്ലാം ചതിയായിരുന്നു. യഥോ ധർമ്മ സ്തതോജയ എന്നുള്ളതിന് സമാന്തരം വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. യഥോ കൃഷ്ണ സ്തതോജയ. ദുര്യോധനൻ പറഞ്ഞത് നീയുള്ളടങ്ങളിലെല്ലാം ചതിയായിരുന്നു, ചതി മാത്രമായിരുന്നു. എന്നെ നോക്കൂ, ഞാൻ സ്വാഭിമാനത്തോടെ ജീവിച്ചു, സ്വാഭിമാനത്തോടെ പൊരുതി, സ്വാഭിമാനത്തോടെ ദാ മരിക്കുന്നു. നീയോ വഞ്ചനയിലൂടെ ജയിച്ചു. നിങ്ങളോ വഞ്ചനയിലൂടെ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, യുധിഷ്ഠിരാ, വിധവകളുടെ ഒരു മഹാരാജ്യം നിന്നെ കാത്തിരിക്കുന്നു. നിനക്ക് ഭരിക്കാനുള്ളത് എന്താണ്? വിധവകളുടെ ഒരു മഹാരാജ്യം. ഹസ്തിനപുരിയിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ബാലകരുണ്ടായിരുന്നു, യുവതികളുണ്ടായിരുന്നു, ഭർത്തൃമതികളായ സ്ത്രീകളുണ്ടായിരുന്നു, വീരാളികൾ, വൃദ്ധന്മാർ, പോരാളികൾ എല്ലാം നിറഞ്ഞൊരു മഹാസമുദ്രമായിരുന്നു ഹസ്തിനപുരി. അന്ന് ഞാനുണ്ടായിരുന്നു. നിനക്കെന്ത് ഹസ്തിനപുരി? വിധവകളുടെ ഒരു മഹാരാജ്യത്തിലേക്ക് യുധിഷ്ഠിരാ നീ കാലെടുത്ത് വെക്കുന്നു. വാസ്തവത്തിൽ അന്നത്ത് മാത്രമല്ല കേട്ടോ, എല്ലാ യുദ്ധവും ബാക്കിയാക്കുന്ന ഒന്നിന്റെ പേരാണ് വിധവകളുടെ മഹാരാജ്യം. അത് അന്നത്തേക്കുള്ളതല്ല, എന്നേക്കുമുള്ളത്. ഏത് പകയും ബാക്കിയാക്കുന്ന ഒരു സ്ഥാനമാണ് വിധവകളുടെ മഹാരാജ്യം. ഏത് കൊലയും ബാക്കിയാക്കുന്നത് ഈ ഒരു വാക്യത്തിൽ ഇതുണ്ട്, വിധവകളുടെ മഹാരാജ്യം. അതുകൊണ്ട് ധർമ്മത്തെക്കുറിച്ച് നീ പറയരുത്, നീ ചതിയായി. കൃഷ്ണൻ തന്നെ പിന്നീട് ഒരു സന്ദർഭത്തില് അത് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പിന്നാലെ പറയാം. അതുകൊണ്ട് ധർമ്മമാണോ ജയിച്ചത്? യുധിഷ്ഠിരൻ സ്വർഗത്തിലെത്തുന്നു, സ്വർഗാരോഹണ പർവ്വം. ഏകനാഥ കവിയുടെ മഹാഭാരത ആഖ്യാനത്തിൽ പ്രത്യേകമായ ഒരു വിശദീകരണമുണ്ട്. യുധിഷ്ഠിരൻ സ്വർഗത്തിൽ ചെല്ലുന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദുര്യോധനൻ അവിടെയുണ്ട്. ദുര്യോധനന്റെ മരണം മഹാഭാരതം പ്രഘോഷിക്കുന്ന ഒന്നാണ്. ദുര്യോധനൻ മരിച്ചു കഴിഞ്ഞ സമയത്ത് പുഷ്പവൃഷ്ടി, ദേവന്മാർ ആകാശവീഥിയിൽ അണിനിരക്കുന്നു, ദുന്ദുഭികൾ മുഴങ്ങുന്നു, പുഷ്പവൃഷ്ടി, വാദ്യഘോഷങ്ങൾ. ദുര്യോധനൻ സ്വർഗത്തിലെത്തുന്നു. പിന്നാലെ യുധിഷ്ഠിരനെത്തുന്നു. എൻ്റെ അനുജന്മാരെവിടെ? അവർ നരകത്തിലാണ്, പാതാളത്തിലാണ്, യാതനകളിലാണ്. എന്തുകൊണ്ട് ദുര്യോധനന് സ്വർഗം? ഏകനാഥൻ പറയുന്നൊരു ഉത്തരമുണ്ട്. ദുര്യോധനൻ ധർമ്മം വെടിഞ്ഞില്ല. നിർണായകമായ ധർമ്മങ്ങളൊന്നും ദുര്യോധനൻ വെടിഞ്ഞില്ല. അവസാനത്തെ സന്ദർഭം ശ്രദ്ധിക്കേണ്ടതാണ്. മരണത്തിന്റെ മുമ്പ് 18-ാം ദിവസം യുദ്ധം കഴിയുമ്പോൾ ദുര്യോധനൻ ഒരു കയത്തിൽ ഒളിക്കുന്നു. പാണ്ഡവന്മാർ തെരഞ്ഞു നടക്കുന്നു. അവസാനം ഈ കയത്തിലുണ്ട് ദുര്യോധനൻ എന്ന് മനസ്സിലാക്കി കൃഷ്ണനും പാണ്ഡവന്മാരും കയത്തിന് മുമ്പിലെത്തുന്നു. അവർ പറയുന്നു, പുറത്തു വന്ന് ഞങ്ങളോട് യുദ്ധം ചെയ്യും, ആരെയും തെരഞ്ഞെടുക്കാം, നിനക്കാരെയും തിരഞ്ഞെടുക്കാം, പഞ്ചപാണ്ഡവന്മാരിൽ ആരെയും. ജയിച്ചാൽ യുദ്ധം കൗരവർ ജയിച്ചു, അതാണ് വ്യവസ്ഥ. അല്ലെങ്കിൽ പാണ്ഡവർ, നിനക്ക് ചെയ്യാം. ദുര്യോധനൻ പുറത്തു വരും. ദുര്യോധനൻ പുറത്തു വന്നിട്ട് തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഭീമനെയാണ്. മരണത്തിന് മുമ്പിൽ ദുര്യോധനൻ എളുപ്പവഴി നിശ്ചയമായിട്ടുമുണ്ട്. യുധിഷ്ഠിരനെ തിരഞ്ഞെടുത്താൽ മതി. യുധിഷ്ഠിരനെ തിരഞ്ഞെടുത്താൽ യുദ്ധമൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒപ്പരിങ്ങനെ വർത്താനമൊക്കെ പറയാൻ കൊള്ളാമെന്നല്ലാതെ. കുന്തി പറയുന്നുണ്ട്, ധർമ്മഭീരു ബ്രഹ്മക്ഷത്രിയൻ, ക്ഷത്രിയനായി ജീവിക്കുകയും ബ്രാഹ്മണനെ പോലെ സിദ്ധാന്തം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അർത്ഥശൂന്യ ജീവിതമാണ് യുധിഷ്ഠിര നിന്റത് എന്നത് കുന്തി പറയുന്ന കാര്യമാണ്. ദുര്യോധനൻ എളുപ്പവഴിയായിരുന്നു. നകുല സഹദേവന്മാർ ബാലകന്മാരാണ്. രണ്ടാമൂഴത്തിൽ MT എഴുതുന്നുണ്ട്, കുഞ്ഞുങ്ങളാണ്, പാവങ്ങൾ.
അർജുനൻ ധനുർവീരനാണ്, പക്ഷെ ദുര്യോധനോട് ഏറ്റുമുട്ടാൻ പറ്റില്ല. ദുര്യോധനോട് ഗദായുദ്ധത്തിൽ ഏറ്റുമുട്ടാനായിട്ട് മഹാഭാരതത്തിൽ തന്നെ ആകെ 5 പേരേ ഉള്ളൂ. ഒന്ന് ജരാസന്ധൻ, പിന്നെ കീചകൻ, ബലരാമൻ, ഭീമൻ. 5 പേരേ ഉള്ളൂ. ബലരാമൻ യുദ്ധത്തിലില്ല, ജരാസന്ധനും കീചകനും കൊല്ലപ്പെട്ടു. പിന്നെ ഒരാളേ ഉള്ളൂ, ഭീമൻ. ആ ഭീമനെയാണ് മരണത്തിന്റെ മുമ്പിലും മറ്റെല്ലാ എളുപ്പവഴികളും വേണ്ടെന്ന് വെച്ച് ദുര്യോധനൻ തെരഞ്ഞെടുത്തത്. കാരണം തനിക്കൊത്തവനോടെ യുദ്ധം ചെയ്യാവൂ. മരണത്തിന്റെ മുമ്പിലും ദുര്യോധനൻ അത് തെറ്റിച്ചില്ല. പാണ്ഡവരോ യുദ്ധനിയമങ്ങളെല്ലാം ലംഘിച്ചു. അതുകൊണ്ട് ദുര്യോധനന്റെ സ്വർഗരാജ്യം വാസ്തവത്തിൽ ദുര്യോധനൻ പാലിച്ച ധർമ്മദീക്ഷയുടെ വലിയൊരു ആവിഷ്കാരമാണ് എന്ന് ഏകനാഥ കവിയുടെ പാഠത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയും ആലോചിക്കാവുന്നതാണ്.